സീറ്റുകൾ വരെ കേരളത്തിൽ UDF നേടുമെന്ന് പ്രവചിച്ചിരിക്കുന്നു. അതായത് അധികാരം ഭരണ തുടർച്ച ഉണ്ടാകില്ല, UDF ഭരണം പിടിക്കുമെന്നുള്ളതാണ് CNN ന്യൂസ് 18 കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, ഉദ്വേഗത്തോടെ കാത്തിരിക്കുന്നത്. ആ നിമിഷത്തിൽ CNN ന്യൂസ് 18 കേരളത്തിന്റെ എക്സിറ്റ് പോൾ പ്രവചനം വരുമ്പോൾ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എക്സിറ്റ് പോളുകൾ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഇത്തവണ വലിയ ഒച്ചും ബഹളം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ കേരളം UDF ഭരിക്കുമെന്ന് തന്നെയാണ്. എന്താണോ ഇവിടുത്തെ ത്രിതല ആ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് സംഭവിച്ചത്, ഈ കേരളത്തിൽ സംഭവിച്ചത്, അതേപോലെ തന്നെ UDF കൃത്യമായിട്ടുള്ള ഒരു മാർജിനിൽ ഇത്തവണ അധികാരത്തിൽ കയറുമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും പറയുന്നത്. എക്സിറ്റ് പോളുകളാണ് കേട്ടോ. നമുക്ക് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു റിസൾട്ടിലേക്ക് നമുക്ക് ഇനി 3-4 ദിവസം കൂടി കഴിഞ്ഞാൽ എത്തി. എന്തായാലും അതിനു മുമ്പ് തന്നെ എക്സിറ്റ് പോളുകൾ മുഴുവൻ ഒരു സംശയമില്ല നമുക്ക് പറയാൻ സാധിക്കും, അത് UDFന് അനുകൂലമാണ്, VD സതീശന് അനുകൂലമാണ്. ഇവരെ അകത്തും പുറത്തുമുള്ള തല്ലുകളും മുഖ്യമന്ത്രി ആരാവും, മുഖ്യമന്ത്രി ആരാവണ്ട എന്ന് പറഞ്ഞ തല്ലുകളും, ഫ്ലെക്സ് വെക്കലും ഫ്ലെക്സ് വെക്കാതിരിക്കലും, പാട്ടിറക്കലും പാട്ടിറക്കാതിരിക്കലും പറയുന്ന തല്ലുകളൊക്കെ നമുക്ക് മാറ്റി നിർത്താം. അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്തവണ 2 തവണത്തെ ഒരു ഇടതുപക്ഷ ഭരണത്തിന് ശേഷം ഒരു 3-ാം തവണ കൂടി തുടരും എന്ന് പറയുന്ന പരിപാടി പിണറായി വിജയൻ 3.0 ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഫലങ്ങളെല്ലാം വരുന്നത്. സീറ്റുകൾ LDF നേടും എന്നുള്ളതാണ് പറയുന്നത്. പോരാട്ടം അല്ലെ, 58 മുതൽ 68 എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് CNN ന്യൂസ് 18 പറയുന്നത്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലം ആദ്യം കേരളത്തിന്റേത് വന്നിരിക്കുന്നത് CNN ന്യൂസ് 18 ആണ്. 80 സീറ്റ് വരെ നമ്മുടെ കേരളത്തില് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു സംഗതി വരുന്നത്, ഒരു ഏതെങ്കിലും പത്രമാധ്യമത്തിന്റെ ഒരു റിസൾട്ട് വരുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, നോക്കുകയാണെങ്കിൽ ചില്ലറ ഏജൻസികളുണ്ട്, ചില പത്ര ഏജൻസികളൊക്കെ തന്നെയാണ്. ഒന്ന്, ആക്സിസ് മൈ ഇന്ത്യ ഒരു സംശയമില്ലാതെ പറയുന്ന കാര്യം, ഇത്തവണ LDF ഭരിക്കില്ല കേരളം എന്നുള്ളതാണ്. ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്ക് വെച്ചിട്ട് 49 മുതൽ 62 സീറ്റ് വരെ മാത്രമായിരിക്കും LDF നേടാൻ കഴിയുക. എന്നാൽ അതേസമയം 78 മുതൽ 90 സീറ്റ് വരെ UDF നേടുമെന്നാണ്. ഒപ്പം 3 സീറ്റ് BJPക്ക് വേണ്ടിയിട്ട് ആക്സിസ് മൈ ഇന്ത്യ മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു ഗംഭീര കണക്കുകളാണ് കേട്ടോ. എന്തായാലും ഒപ്പം തന്നെ P മാർക്ക് പറയുന്നത് ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ്, 62 മുതൽ 69 വരെ. എന്നാൽ UDFന് കിട്ടാൻ പോകുന്നത് 71 മുതൽ 79 വരെയുള്ള സീറ്റുകളാണ്. 1 മുതൽ 4 വരെ, അതായത് 4 സീറ്റ് വരെ BJP കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് കൂടി P മാർക്ക് പറയുന്നുണ്ട്. ICPL പറയുന്നത് 58 മുതൽ 70 വരെ സീറ്റുകൾ മാത്രമാണ് LDFനെങ്കിൽ 69 മുതൽ 63 മുതൽ 74 സീറ്റ് വരെയാണ് UDFന് കാണുന്നത്. 2 മുതൽ 5 വരെ സീറ്റ് NDAക്ക് ഉണ്ട്. ഇനി ടൈംസ് ഓഫ് ഇന്ത്യ 58-68 ഇതാണ് LDFന് വേണ്ടിയിട്ട് ഇവർ കണക്കാക്കി വെച്ചിട്ടുള്ള സീറ്റുകൾ. ഒപ്പം തന്നെ 70 മുതൽ 80 വരെ സീറ്റുകൾ UDF നേടുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. 4 സീറ്റുകളോളം അല്ലെങ്കിൽ 0 എന്നുള്ള അവസ്ഥയിലേക്ക് NDA മാറാൻ സാധ്യതയുണ്ടെന്ന് കൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഇനി ന്യൂസ് 18 ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതും പറയുന്നത് 58-68 എന്ന് പറയുന്ന കണക്കുകളാണ്. നോക്കൂ, ഒരു 70 എന്ന് പറയുന്ന സംഖ്യയുടെ അപ്പുറത്തേക്ക്, 70 എന്ന് പറയുന്ന സംഖ്യയുടെ അപ്പുറത്തേക്ക് LDFന് ഒരു കാരണവശാലും കേരളത്തിൽ സീറ്റുകൾ കിട്ടില്ല എന്ന് തന്നെയാണ് ഇത് വരുന്ന 1, 2, 3, 4, 5 എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് പിണറായി വിജയൻ 3.0 ഇത്തവണ കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ട് ഇത് ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഷെയർ ചെയ്തൊരു പോസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വായിക്കുകയാണ്. എന്തൊക്കെ കാരണം കൊണ്ടായിരിക്കും ഇത്തവണ LDF തോൽക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കാം കാരണങ്ങൾ? ഒരു 7 കാരണങ്ങളാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മുസ്ലിം ന്യൂനപക്ഷം ഒറ്റക്കെട്ടായി UDFന് വോട്ട് ചെയ്തു എന്നതാണ്. ഇത്തവണ നമുക്ക് നോക്കിയാൽ സാധിക്കും, ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇത്തവണ വോട്ട് ചെയ്തിട്ടുള്ളത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീകൾ ആർക്ക് വേണ്ടി വോട്ട് ചെയ്തു, എന്തിനു വേണ്ടി വോട്ട് ചെയ്തു, എന്ത് തോട്ട് പ്രോസസ്സിന്റെ പേരിലാണ് ഇവർ വോട്ട് കൊണ്ടുപോയി കുത്തിയിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. മുസ്ലിം ന്യൂനപക്ഷം ഒറ്റക്കെട്ടായിട്ട് UDFനൊപ്പം നിന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളും ഇത്തവണ UDFിലേക്ക് വന്നു എന്ന് പറയുന്നു. അതിനു മുമ്പ് തന്നെയുള്ള സപ്പോർട്ടുകൾ മറ്റവിടെ കിടക്കട്ടെ LDFനുള്ളത്, പക്ഷേ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളും ഇത്തവണ UDFിലേക്കാണ് അത്ര വന്നിട്ടുള്ളത്.
പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായി. എപ്പോഴൊക്കെയാണോ ഇങ്ങനെ അതിഭീകരമായ രീതിയിൽ വർധന ഉണ്ടായിട്ടുള്ളത് ആ സമയത്തൊക്കെ ഏകദേശം ശതമാന കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 60% UDF അതൊക്കെ അനുകൂലമായിട്ടുണ്ടെന്നുള്ളതാണ്. 4 ഭരണവിരുദ്ധ വികാരം UDF വോട്ടുകൾ കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ അതേസമയം തന്നെ ഒരു പിണറായി വിരുദ്ധ വികാരം തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്. അത് ആളുകളെ മനസ്സിലേക്ക് എന്തൊക്കെയോ രീതിയിൽ അത് കയറി കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏറ്റവും രസകരമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സംഗതി ഇങ്ങനെയാണ്: 10 വർഷം LDF ഭരിച്ചില്ലേ, ഇനി UDF ഭരിക്കട്ടെ. 10 വർഷം ഇവരിങ്ങനെ പോയില്ലേ, ഇനി മതി, ഇനി കുറച്ചു കാലം എന്ത് ചെയ്യട്ടെ, UDF ഭരിക്കട്ടെ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ന്യായം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. 6 LDF പിണറായി വിജയന് അപാരമായിട്ടുള്ള ധാർഷ്ട്യമുണ്ട്. അതൊന്ന് കുറയാനാണത്രേ UDF പലരും വോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കേരളത്തെ രക്ഷപ്പെടുത്താനോ കേരളം മുന്നോട്ട് കൊണ്ടുപോകാനോ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണല്ല. പിണറായി വിജയന് ധാർഷ്ട്യമുണ്ട്, പിണറായി വിജയന് അഹങ്കാരമുണ്ട്. ആ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, UDF വോട്ട് ചെയ്യുന്നു. എന്തായാലും ഗംഭീരമായിട്ടുള്ള കാരണമാണ്. ഇത്തവണ കൂടി ഇനി UDF ഒരു തരത്തിലും എന്താ പറയുക അധികാരത്തിൽ വരാതിരുന്നു കഴിഞ്ഞാൽ UDF പരിപൂർണമായിട്ട് തകരും. അങ്ങനെ തകർന്നുകൊണ്ട് ഇവിടെ BJP വളരും. അങ്ങനെ BJP വളരാതിരിക്കാൻ LDF തോൽപ്പിക്കുകയും UDF ജയിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഏകദേശം ഒരു 7ഓളം കാരണങ്ങളാണ് ഇതിൽ വെച്ച്. ഇതിലെല്ലാം ശരിയാണെന്നും എല്ലാം തെറ്റാണെന്നൊക്കെ പറയാൻ സാധിക്കില്ല. ചില കാര്യങ്ങളെല്ലാം അവിടെ ഇവിടെ എങ്ങനെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയായാലും എക്സിറ്റ് പോൾ ഫലം തീർച്ചയായിട്ടും നമ്മുടെ UDF അനുകൂലമാണ്, VD സതീശന് അനുകൂലമാണ്. അല്ലെങ്കിൽ തന്നെ ഇലക്ഷൻ കഴിഞ്ഞ നിമിഷം മുതൽ UDF ക്യാമ്പുകളിൽ അപാരമായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളും അവർ ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതേസമയം തന്നെ LDF ക്യാമ്പിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവ് കാണാം. ഇവരെ വർത്തമാനത്തിൽ മുഴുവൻ കോൺഫിഡൻസ് കുറവ് കാണാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഇത്തവണ ആ ഒരു കോൺഫിഡൻസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരൊറ്റ നേതാവ് മാത്രമാണ്. UDF അത് VD സതീശനാണെങ്കിൽ LDF അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നമ്മുടെ മുഖ്യമന്ത്രി മാത്രമാണ്. തീർച്ചയായിട്ടും LDF 100 സീറ്റോട് കൂടിയിട്ട് അധികാരത്തിൽ കയറി വരുമെന്ന് പറയുന്നത്. വേറെ ആരും ഒന്നും ഉണ്ടെന്നില്ല. നിങ്ങൾ എത്ര പേരത് ആ രീതിയിൽ ശ്രദ്ധിച്ചു എന്ന് എനിക്ക് വെളിപ്പെടുത്തുന്നില്ല. എന്തൊക്കെയായാലും എക്സിറ്റ് പോൾ ഫലം നോക്കുമ്പോൾ തൂക്കി നീലക്കരങ്ങളോടെ നമ്മുടെ UDF അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഇനി അവരെ വാടായി. ഇനി അടുത്തതായിട്ട് ഇപ്പം തന്നെ കൂടുതൽ തല്ലിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടി അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിനാൽ അടുത്ത ദിവസം മുതൽ ഏറ്റവും ശക്തമായിട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള വടംവലികൾ ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബൈ.